സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല പടർന്നു പിടിക്കുകയാണ്. 18 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 132 പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇന്നലെ രോഗം ബാധിച്ച മലപ്പുറം കീഴാറ്റൂർ സ്വദേശി മരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ പാനീയം വീണ്ടും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് നരിക്കുനിയാണ് ചേരുന്നത്. രജീഷ്, ഗുഡ് മോർണിംഗ്. പലതരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുകയാണ്. അതിൽ H1N1 ഉണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, ചിക്കൻ ഗുനിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഷിഗല്ല കൂടി ഭീതി പരത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ പടർന്നു പിടിക്കുന്നത്. എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നത്? ഗുഡ് മോർണിംഗ് ദിവ്യ. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം 5 ജില്ലകളിലായി 18 പേർക്കാണ് ഷിഗല്ല രോഗം പിടിപെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ ഒരു ആരോഗ്യ പ്രതിസന്ധിയായി ഷിഗല്ല മാറുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 132 പേർക്കാണ് ഈ വർഷം ഇതുവരെ ഷിഗല്ല ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലെ മലപ്പുറത്ത് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഷിഗല്ലയ്ക്ക് നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കൂൾബാറിൽ ഇന്ന് വീണ്ടും പരിശോധനയും ഒപ്പം തന്നെ ഇന്നലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ജലമടക്കം പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യമാണ്. തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ തന്നെ അവിടെ നിന്നുമായിരുന്നു, അവിടുത്തെ കുളിക്കണ നിന്നുമായിരുന്നു ജലം എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്താൻ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഷിഗല്ലബാധ ഇതുമായി ബന്ധപ്പെട്ട ബാക്ടീരിയ അതിൽ നിന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്ത് ഒട്ടാകെ ഷിഗല്ലയുടെ വ്യാപനം അത് ശക്തമായി ഉയരുന്നത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയാണ്. നിലവിൽ വയനാട്, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഈ ഷിഗല്ലയുടെ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് ഇന്നലെ മാത്രം 18 പേർക്ക് റിപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോഴും ഈ ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുവെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഷിഗല്ല ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്താൻ ഈ പല പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബാക്ടീരിയ അത് വലിയ രീതിയിൽ പടർന്നു പിടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനുള്ള നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ദിവ്യ. യെസ്, എന്തായാലും ഷിഗല്ല വ്യാപനം അത് ഭീതിയോടുകൂടി അങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ആളുകൾ മുൻകരുതലെടുക്കണം. ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ്, ഷിഗല്ലയുടേതായി സിംറ്റംസ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ആശുപത്രിയിലെത്തുക, ചികിത്സ തേടുക. ഇപ്പോൾ ഒരാൾ മലപ്പുറം കീഴാറ്റൂർ സ്വദേശി കൂടി മരിച്ചതോടുകൂടി ഭീതി കടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ജനങ്ങൾ തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് നമ്മൾ പറയേണ്ടത്.